സോണിയ മൽഹാർ, ഞാനൊരു ചിത്രം കാണിക്കാം. സോണിയ മൽഹാറിനെ ആ ദൃശ്യം പ്രേക്ഷകർക്ക് കൂടി കാണാം. കാരണം നിങ്ങളുടെ മൊഴികളിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ചിലർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഞാൻ സോണിയയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. സോണിയ, ദൃശ്യം പ്രേക്ഷകർക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. സോണിയ മൽഹാറും ദിലീപും കൂടി ഇരിക്കുന്ന ഒരു ദൃശ്യമാണ്. ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് താങ്കൾ ഇട്ടിരുന്നു അല്ലേ? അതെ. വിത്ത് യു ഡിയർ ബ്രദർ, ട്രൂത്ത് വിൽ വിൻ വിത്ത് പ്രേയേഴ്സ്. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാമത്തെ പ്രതിയായ ദിലീപിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ് സോണിയ മൽഹാർ? അത് എനിക്ക് നേരിട്ടറിയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ സമയം വരെയും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ വേണ്ടി മാത്രം വിഡ്ഢിയാണെന്ന്. നമ്മളിപ്പം എന്ത് വൈരാഗ്യ ബുദ്ധി ആർക്കുണ്ടെങ്കിലും സ്വന്തം കരിയർ നശിപ്പിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ കത്തി നിൽക്കുന്ന സമയമാണല്ലോ ഈ സിനിമയിൽ. അപ്പോൾ ഇത്രയും അയാൾ കഷ്ടപ്പെട്ട ആൾ ഒരുപാട് ഡ്രോബാക്സ് മനുഷ്യന്മാർക്കുണ്ടാവും, അയാൾക്കും ഉണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന പ്രസ്തുത സാധനം നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണ്. അത് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് ഇത്രയും വലിയൊരു നടൻ, അത് എട്ടും പൊട്ടും തിരിയാത്തൊരു ഡ്രൈവറെ കൊണ്ടുപോയി ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് സ്വന്തം കരിയർ നശിപ്പിച്ച് സ്വന്തം പണവും പദവിയും നശിപ്പിച്ചിട്ട് അങ്ങനെ തട്ടിക്കളയണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനത്തെ വൃത്തിയോട് ചെയ്യണമെങ്കിലും ഒക്കെ ഇവരൊക്കെ എവിടെയെല്ലാം ഇവർ അന്തർദേശീയ യാത്രകൾ നടത്തുന്ന ആൾക്കാരാണ്. എവിടെ വെച്ചല്ല എന്തെല്ലാം ചെയ്യാം. ഒരു മനുഷ്യരും നമ്മൾ പോലും അറിയാത്ത രീതിയിൽ എന്റെ വിശ്വാസം തെളിവാക്കുക. അത് കോടതിയിൽ എവിടെയെങ്കിലും പരാമർശം കൃത്യമായിട്ട് വന്ന് ഇദ്ദേഹം പ്രതിപട്ടികയിൽ ആരോപണ വിധേയമായി പലരും കൊടുത്തിരിക്കുന്ന അത് എനിക്കറിയില്ല. അതിന്റെ എവിഡൻസ് കോടതി കണ്ടെത്തേണ്ടത്. നിഷ്പക്ഷമായി കോടതി വിധി അഥവാ ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു, അതിനോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം തന്നെ സമാനമായ നിലയിൽ പീഡനം അനുഭവിച്ച ഒരു നടിയോടൊപ്പം നിൽക്കേണ്ട ഒരു ബാധ്യത സോണിയയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? ഉറപ്പായിട്ടും ഞാൻ ആ കുട്ടിക്കൊപ്പം തന്നെയാണ്. അതിജീവിതമായിട്ടുള്ള അത് എനിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആ കുട്ടിയും. ഒരിക്കലും അവരെ ഒരു തരത്തിലും അവർക്കുണ്ടായ അപമാനത്തെ കുറച്ച് കാണുന്നില്ല. അതിനാരായാലും അവന് നന്നായിട്ട് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു വിധി വരാൻ പാടില്ല. ഒരിക്കലും അരുൺ സാർ, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കിയ പോലീസ് ഓഫീസേഴ്സുമായിട്ടും പല രീതിയിൽ പല ആൾക്കാരുമായിട്ടും അവരുടെ ക്ലോസ്ഡ് സർക്കിളായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം പല രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതോ ഒരുത്തൻ കാണിച്ച ഒരു ട്രാപ്പ്, ഇദ്ദേഹത്തെ അതിനകത്തുള്ള ഒരു തലയുണ്ട്. ആ തല ആരാണെന്ന് കണ്ടെത്തണം. എന്തായാലും ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ സ്വന്തം കരിയറും ഇത്രയും ഒരു പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയിട്ട് നീ കൊട്ടേഷൻ കൊടുത്ത് ഇതേപോലെ ചെയ്ത് നീ CD ആയിട്ട് വാന്ന് പറയാൻ തക്ക കോമൺ സെൻസ് ഉള്ള ഏതൊരു മലയാളിക്കും ചിന്തിക്കാൻ പറ്റും. ഇനി വെള്ളം അടിച്ച് പറഞ്ഞു എന്ന് നോക്കിയാൽ എങ്കിൽ പോലും ബോധം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് സാറേ. ഒരു എത്ര വലിയ അയാൾക്ക് എന്തോരം പണമുണ്ട്, അയാൾക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്തത് നല്ലതെന്നല്ല പറയുന്നത്. ചെയ്യാനാണെങ്കിൽ അയാളാണ് ചെയ്തതെങ്കിൽ ഇതൊന്നും ഒരു നൂലാമാലകൾ ഇല്ലാത്ത ചെയ്യാൻ പറ്റുന്ന ആളുകളല്ലേ ഇവരൊക്കെ. അപ്പോൾ സ്വന്തം കരിയറും ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി, അവർ തമ്മിൽ വ്യക്തിവൈരാഗ്യങ്ങൾ പലതും ഉണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ അവർ തമ്മിൽ ഫൈറ്റുകൾ ഉണ്ടായിരുന്നിരിക്കാം. അവർക്ക് അതിൻ്റെതായ എനിക്കറിയാവുന്ന ദിലീപ് ഒരു പീഡനം ചെയ്യുന്ന ആളല്ല. അതുകൊണ്ടാണ് സ്വന്തം മകൾ ആ നെഞ്ചോടൊട്ടി നിൽക്കുന്നത്. അത് അയാൾക്ക് എന്ത് ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ ഈ സമയം വരെ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം ഞാൻ ആ സമയത്ത് കോടതിയാണല്ലോ ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അതുവരെ ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അയാൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഇപ്പോൾ 2 പെൺകുട്ടികളുടെ അച്ഛനാണ് അയാൾ. വേറെ എന്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുകൾ അയാൾക്ക് ഉണ്ടാവാം, പല കുറ്റങ്ങൾ ഉണ്ടാവാം, അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ വ്യക്തിപരമായി അറിയുന്ന എനിക്ക് നേരിട്ട് അറിയാവുന്ന